എന്താണോ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിച്ചതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അവിടെ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൗൺഷിപ്പ് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയ വീടുകൾ ഒരുക്കുന്ന നിലയാണ് ആദ്യം വേണ്ടത്. അത് പൂർണ്ണമായി തന്നെ അവിടെ സ്ഥാപിക്കും. സ്ഥലമെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം വേഗം തന്നെ പരിഹരിക്കാൻ കഴിയും. അപ്പോഴേക്കും അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ ഒരുപാട് വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം സഹകരിപ്പിക്കും. ഏറ്റവും മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കും. അതോടൊപ്പം ഒരു ടൗൺഷിപ്പിന് വേണ്ട, ഒരു സമൂഹത്തിന് വേണ്ട പൊതു സൗകര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഒരുക്കുകയും ചെയ്യും. ലോകം ശ്രദ്ധിക്കുന്ന, ലോകത്തിന് മുന്നിൽ മാതൃകയായി മാറുന്ന ഒരു പുനരധിവാസ പ്രക്രിയയായിരിക്കും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം സംഭവിക്കുക എന്നതാണ് പറയാനുള്ളത്.